വയനാട് പച്ചിലക്കാട് പടിക്കം വയലിൽ കടുവയിറങ്ങി. ഈ പ്രദേശത്തെ തോട്ടത്തിൽ കണ്ട കടുവയ്ക്കായി വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ പരിശോധന. പടിക്കം വയൽ ഉന്നതിയിലെ ബിനുവാണ് ഇന്ന് രാവിലെ 9 മണിക്ക് കടുവയെ കണ്ടത്. ഒച്ചുണ്ടാക്കിയപ്പോൾ തിരിഞ്ഞാൽ നോക്കി ഇപ്പോൾ കടുവ തന്നെ മനസ്സിലായി. അത് നോക്കിയിട്ട് എല്ലാം ഒച്ചുണ്ടാക്കിയപ്പോൾ എന്തായി അത് ഓടി അക്കരെ കുന്നിൽ കയറി. DFO അജിത് കെ രാമന്റെ നേതൃത്വത്തിൽ 5 റേഞ്ച് ഓഫീസർമാർ ഉൾപ്പെടുന്ന സംഘം സ്ഥലത്തെത്തി പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. പനമരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേക മുന്നറിയിപ്പ്. പ്രദേശത്ത് വന്യജീവിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. സുരക്ഷ മുൻനിർത്തി കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും സ്കൂൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് അറിയിക്കുന്നു. കാപ്പിത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന കോടഞ്ചേരി സ്വദേശി ബേബിയെ കാണാതായി എന്ന വിവരം പുറത്തു വന്നതോടെ ആശങ്ക ഏറി. ഇദ്ദേഹത്തെ പിന്നീട് കണ്ടെത്തി. ചുറ്റിലും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ആദിവാസി ഊരുകൾ നിറച്ചും ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രയാസം തന്നെയാണ്, ഭീതി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ 4 വയസ്സുള്ള കടുവ എന്നാണ് നിഗമനം. പൂർണ്ണമായും ജനവാസ മേഖലയിലാണ് കടുവാ സാന്നിധ്യമെന്നത് ആശങ്ക പരത്തുന്നുണ്ട്. മയക്കുവെടി വെച്ച് പിടികൂടുന്നതടക്കമുള്ള സാധ്യതയാണ് വനംവകുപ്പ് പരിശോധിക്കുന്നത്. ഒന്നുകിൽ വനമേഖലയിൽ മറ്റേതെങ്കിലും കടുവയുമായി മല്ലടിച്ച് തോറ്റ് നാടിറങ്ങിയതാകാം. പ്രജനനകാലമായതിനാൽ ഈ സാധ്യത ഏറെയുണ്ട്. ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ജാഗ്രത തുടരണമെന്നാണ് വനം വകുപ്പിന്റെ നിർദ്ദേശം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.